ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിന്ധു. നമുക്കിന്ന് നമ്മളിൽ എങ്ങനെയാണ് മൈൻഡ് ബ്ലോക്കേജും ലിമിറ്റിംഗ് ബിലീവ്സും ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം, പേരൻസായ നമ്മൾ ചെയ്യുന്ന തെറ്റും നമ്മുടെ പേരൻസ് നമ്മളോട് ചെയ്ത തെറ്റും നമ്മൾ ഇന്നും എല്ലാവരും ഫോളോ ചെയ്യുന്നൊരു തെറ്റുണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും അല്ലേ, എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഒരു ഐസ്ക്രീം വേണം അല്ലെ എന്തെങ്കിലും ഒരു സാധനം വേണം, അയ്യോ നമ്മുടെ പൈസ ഇല്ല, പൈസ ഇല്ല എന്നുള്ളൊരു തീം, അങ്ങനെ ഒരു ഇത് കുഞ്ഞിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നമ്മൾ ആക്കി കൊടുക്കുകയാണ്. അതായത് 0 to 8 years വരെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വർക്കാകില്ല, സബ് കോൺഷ്യസ് മൈൻഡ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്ത് നമ്മളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ ബിലീവ് ചെയ്യുന്ന ഒരു സംഭവമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ നിരന്തരമായിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മൾ പൈസ ഇല്ലാത്ത ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ അത് വിശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ആ വിശ്വാസം ഒരു മൈൻഡ് ബ്ലോക്കേജ് ആയിട്ടും ഒരു ലിമിറ്റിംഗ് ബിലീവ്സ് ആയിട്ടും ഒരു കുഞ്ഞിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞിന് മൈൻഡിൽ ഒരു മണി ബ്ലോക്കേജ് ഉണ്ടാകും. ഇങ്ങനെ മണി ബ്ലോക്കേജ് ഉണ്ടാകുമ്പോഴത്തേക്ക് ആ കുഞ്ഞ് വളരും തോറും ആ ഒരു മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്തയാണ് അല്ലേ, ആ ഒരു ഇതാണ് കിടക്കുന്നത്. അതിലൂടെയാണ് ആ കുഞ്ഞ് വളർന്നു പോകുന്നത്. ചിന്തയിൽ എപ്പോഴും എനിക്ക് പൈസ ഇല്ലാത്തതാണ്, എനിക്ക് പാവമാണ്, ഞാൻ പാവപ്പെട്ടതാണ്, എനിക്ക് പൈസ ഇല്ല, അതിങ്ങനെ ഫീഡായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആ മണി ബ്ലോക്കേജായി ഇരിക്കുന്ന ആ മണി ബ്ലോക്ക് പിന്നെ വലുതാവുമ്പോഴും അത് നമ്മളെ പിന്തുടരുകയും നമുക്കതിൽ നിന്നൊരു മോചനം കിട്ടാതാവും. അങ്ങനെയാണ് നമ്മളെല്ലാവരും അതായത് ആ ഒരു മണി ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് ആ അബണ്ടൻസ് അനുഭവിക്കാൻ വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു പൈസ ഇല്ലയെന്ന് പറയുന്ന ആ കുഞ്ഞിൻ്റെ മനസ്സിലോട്ട് അയ്യോ അമ്മയുടെ പൈസ ഇല്ലാഞ്ഞിട്ടാണ് ഇത് വാങ്ങിക്കുന്നത് എന്നതിന് പകരം നമ്മൾ പറയേണ്ടത് ഇതല്ല കേട്ടോ, നമുക്കിതിൽ നല്ലത് വേറെ വാങ്ങിക്കാം എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സും ചിന്താഗതിയും ആ ചിന്തകൾ മേലോട്ട് പോകും. കാര്യം ആ സ്റ്റെപ്പ് മേലോട്ട് പോകും. എനിക്ക് ഇതിൽ നല്ലൊരു സാധനം കിട്ടും എന്നുള്ള ഇത് വരുമ്പോൾ ആ പണം ഇല്ലാത്തത് കൊണ്ടാണ് വാങ്ങിക്കാത്തതെന്നുള്ളൊരു കാര്യം നമുക്ക് അത് ഫീഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അത് എപ്പോഴും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് കൊടുക്കും. ഓക്കെ, അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളുടെ ചിന്തകളും നമ്മളുടെ സംസാരങ്ങളും അത് മാറ്ററാണ്. താങ്ക് യു.